ഡിയർ സ്റ്റുഡൻസ്, കമ്പ്യൂട്ടർ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഭാഗമാണ് പോയിന്റേഴ്സ്. സ്ട്രക്ചേഴ്സ് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. താരതമ്യേന സിമ്പിളാണ് സ്ട്രക്ചേഴ്സ്. പോയിന്റേഴ്സ് കുറച്ചും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പഠിക്കേണ്ട സംഗതിയാണ്. കാരണം കമ്പ്യൂട്ടർ സയൻസ് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ടോപ്പിക്കാണ് പോയിന്റേഴ്സ്. അത് കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നതോറും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാമിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യും. കാരണം അതോടെ അങ്ങനെ തന്നെ പല കുട്ടികളും ആ ഒരു പോയിന്റേഴ്സിന്റെ ലെവലിൽ ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ പഠിക്കാറുണ്ട്. നമ്മുടെ സിലബസിൽ ഇതിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ. ഒരുപാട് ഡെപ്തിൽ പഠിക്കാൻ പറ്റിയ കൺസെപ്റ്റാണ് പോയിന്റേഴ്സ്. അപ്പോൾ പോയിന്റേഴ്സ് എന്നുള്ള ഒരു C++ കൺസെപ്റ്റ് പറയുന്നതിന് മുമ്പ് നമ്മൾ റിയൽ എക്സാമ്പിളിലേക്ക് പോയി നോക്കാം. റിയൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി, ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റില് അതില് നിങ്ങൾ ആദ്യം പോവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമില്ല സൂപ്പർ മാർക്കറ്റാണ്. അപ്പൊ പല സാധനങ്ങൾക്ക് വാങ്ങാനുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ വാങ്ങണം, എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയുന്നില്ല. അപ്പൊ അവിടെ നിങ്ങളെ സഹായിക്കാനായിട്ട് സെയിൽസ് ഗേൾ സെയിൽസ് ബോയ് ഉണ്ടാവും. അവർ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ, നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന് കൃത്യമായ ലൊക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരും. വീണ്ടും അടുത്ത ഐറ്റം വാങ്ങുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് അവരുടെ ഹെൽപ്പ് തേടാം. അപ്പോ വാട്ട് ഈസ് ദ റോൾ ദേ ആർ പ്ലേയിങ്? ദേ ആർ ഡൂയിങ് എ റെഫറൻസ് അല്ലെ. നിങ്ങളുടെ ഈ ആ ഒരു പർച്ചേസ് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഒരുപാട് പ്രാവശ്യം അവരുടെ സഹായം തേടിയിട്ടുണ്ടാകും അല്ലെ. ആ സെയിൽസ് ഗേൾ അല്ലെങ്കിൽ സെയിൽസ് ബോയ് നിങ്ങൾക്ക് പർച്ചേസിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് പോയിന്റ് ചെയ്ത് തരാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാണ്, അതിനുള്ള റെഫറൻസ് തരാണ്. ഇതേ കാര്യം തന്നെയാണ് പോയിന്റേഴ്സിലുള്ളൂ. നിങ്ങൾ ഒരുപാട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ പ്രോഗ്രാംസ് ചെയ്തപ്പോഴൊക്കെ, കഴിഞ്ഞ ഫസ്റ്റ് ഇയർ പ്രോഗ്രാം ചെയ്തപ്പോഴൊക്കെ ധാരാളം വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ വേരിയബിൾസ് എവിടെ സ്റ്റോർ ആകുന്നു അല്ലെങ്കിൽ അതിന്റെ മെമ്മറി ലൊക്കേഷൻ എവിടെയാന്നുള്ളത് നമ്മൾ ബോധർ ചെയ്തിട്ടില്ല. അപ്പോ പോയിന്റേഴ്സ് ആ ഒരു ഏരിയയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതായത് പോയിന്റേഴ്സ് ഒരു പോയിന്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല്, ഞാനിവിടെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ, ദ ഫംഗ്ഷൻ ഓഫ് എ പോയിന്റർ ഈസ് ടു ഡു ദ റെഫറൻസ്. റെഫറൻസിലേക്ക് കൊണ്ടുപോകുക, റെഫറൻസ് വഴി വാല്യൂസ് ആക്സസ് ചെയ്യുക എന്നുള്ളതാണ് പോയിന്റേഴ്സിന്റെ ഡ്യൂട്ടി. ഒരു C++ വേരിയബിൾ ഡിക്ലറേഷനിലേക്ക് കിടക്കുക, അതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോവാം. ഇന്റ് നം ഈസ് ഈക്വൽ 25 എന്ന് പറഞ്ഞാൽ ഒരു ഇന്റിജർ വേരിയബിൾ ഡിക്ലറേഷൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ 4 ആട്രിബ്യൂട്ട്സ് ഉണ്ട്, 4 ഫാക്ടേഴ്സ് ഉണ്ട് ഇതിന്. ഈ ഒരു വേരിയബിൾ ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് നെയിം ഉണ്ടായിരിക്കും. ഇവിടെ നെയിം എന്നുള്ളത് വേരിയബിളിന്റെ പേര് നം എന്നാണ്. അതേപോലെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റിജർ ആണ്. കണ്ടന്റ് അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് 25 ആണ്. അഡ്രസ് ഓഫ് ദിസ് വേരിയബിൾ, ഈ വേരിയബിൾ ഡിക്ലറേഷൻ നടക്കുന്ന സമയത്ത് മെമ്മറിയിൽ എവിടെയെങ്കിലും പോയി സ്റ്റോർ ആവുന്നുണ്ടല്ലോ, ആ മെമ്മറിയിൽ സ്റ്റോർ ആവുന്ന ഇതിലെ 4 ബൈറ്റാണ് ഉപയോഗിക്കുക അല്ലെ. ഒരു ഇന്റിജർ നമ്മൾ ജീനി കമ്പൈലറിൽ, നമ്മൾ GCCയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് 4 ബൈറ്റ് ഉപയോഗിക്കും. അപ്പൊ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇവിടെ 1001 പറഞ്ഞിട്ടുള്ള ബൈറ്റ് പൊസിഷനിലാണ് അത് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് 4 കണ്ടിന്യൂസ് ബൈറ്റ്സ്, 1001, 1002, 1003, 1004. ഇതിന്റെ ബേസ് അഡ്രസ് ആയിട്ടുള്ള 1001 നമുക്ക് എന്ത് പറയാം? അഡ്രസ് എന്ന് പറയാം. നമ്മള് ഫസ്റ്റ് ഇയറിൽ തുടക്കത്തിൽ പഠിച്ച കാര്യം തന്നെയാണ്. ഒരു വേരിയബിളിന്റെ L വാല്യൂ എന്താണ്, R വാല്യൂ എന്താണ്. L വാല്യൂ ഇസ് ദ അഡ്രസ്. അപ്പൊ L വാല്യൂ ഓഫ് നം എന്തായിരിക്കും? 1001 അല്ലേ. R വാല്യൂ ഓഫ് നം എന്തായിരിക്കും? ഇറ്റ്സ് 25. അപ്പോ L വാല്യൂ എന്ന് പറയുന്ന അഡ്രസ് ആണ്. അതേപോലെ തന്നെ R വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ കണ്ടന്റ് അല്ലെങ്കിൽ 25 ആണ്. അപ്പോ വാട്ട് ഇസ് എ പോയിന്റർ വേരിയബിൾ? നമുക്ക് പറയാം പോയിന്റർ വേരിയബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? Address of, it contain address of a variable. A pointer variable is contain address of a variable. അപ്പൊ ഇതില് ഈ പോയിന്റർ വേരിയബിൾ എല്ലായ്പ്പോഴും ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും അതിനുള്ളിൽ ഉണ്ടാവുക. ആ ന്യൂമറിക്കൽ വാല്യൂ എന്താണ്? മറ്റൊരു വേരിയബിളിന്റെ അഡ്രസ്. അപ്പോ ഇനി തൊട്ടിട്ട് പോയിന്റേഴ്സ് പഠിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ വേരിയബിൾസിനെ തിരിച്ച് പ്രോഗ്രാമിൽ ആക്സസ് ചെയ്യുന്നത് ആ വേരിയബിളിന്റെ പേര് ഉപയോഗിച്ചായിരിക്കില്ല, ഈ അഡ്രസ്സിൽ കിടക്കുന്ന വാല്യൂ എന്ന രീതിയിലാണ് എടുക്കുക. മനസ്സിലാവുണ്ടോ? സാധാരണ ഒരു വേരിയബിൾ ഇതുവരെ നമ്മൾ പ്രോഗ്രാം ചെയ്തതെന്ന് പറയുന്നത് ഒരു വേരിയബിളിന്റെ പേര് ഉപയോഗിച്ചിട്ട് റിട്രീവ് ചെയ്യുക. ഇനി പോയിന്റേഴ്സ് പഠിക്കുന്നതോട് കൂടി നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇന്ന മെമ്മറി അഡ്രസ്സിലുള്ള വേരിയബിൾ വാല്യൂ
എന്ന രീതിയിലാണ് എടുക്കുക. അത് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ അവസാനം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലറേഷന്റെ സിന്റാക്സ് ഇങ്ങനെയാണ് വരുന്നത്: ഡാറ്റ ടൈപ്പ് സ്റ്റാർ വേരിയബിൾ. ഈ വേരിയബിൾ എന്ന് പറഞ്ഞാൽ പോയിന്റർ വേരിയബിൾ. ഡാറ്റ ടൈപ്പ് എന്നുള്ളത് ഈ വേരിയബിള് ഒരു അഡ്രസ് ആണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. ആ അഡ്രസ്സിലുള്ള വാല്യൂന്റെ ഡാറ്റ ടൈപ്പ് ആണ് ഇവിടെ ഉണ്ടാവുക. മനസ്സിലായോ? അതായത് ഈ പോയിന്റർ വേരിയബിള് ഏത് വാല്യൂലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്, ആ വാല്യൂവിന്റെ ഡാറ്റ ടൈപ്പ് ആണ് ഇവിടെ ഈ പോയിന്റർ വേരിയബിൾ ഡാറ്റ ടൈപ്പ് ആയിട്ട് വരിക. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഓൾറെഡി വി ആർ ഹാവിങ് എ ഇന്റിജർ വേരിയബിൾ ഇന്റ് നം. ഇത് ഓർത്ത് വെക്കുക. ഇന്റ് നം എന്നുള്ള വേരിയബിൾ നമ്മുടെ കയ്യിലുണ്ട്. ആൻഡ് വി ആർ ഡിക്ലെയറിംഗ് ഹിയർ എ പോയിന്റർ. എക്സാമ്പിൾസ് ആർ ദർ, അല്ലെ? ഇന്റ് സ്റ്റാർ ptr1. ptr1 is a pointer which points to an integer variable. ptr1 is a pointer which points to integer variable. Float ptr2. ptr2 is a pointer which points to a float variable. ptr3 it points to a structure variable. അപ്പൊ ആ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇത് ഏത് തരത്തിലേക്കാണ്, ഏത് ടൈപ്പ് വാല്യൂക്കാണ് പോയിന്റ് ചെയ്യുന്നത്, ആ വാല്യൂന്റെ ടൈപ്പാണ് ഇവിടെ പോയിന്ററിന്റെ ടൈപ്പ് ആയിട്ട് കൊടുക്കുക. അപ്പൊ അത് പിന്നെ പോയിന്ററിന്റെ സൈസ് അല്ലെങ്കിൽ പോയിന്ററിന്റെ മെമ്മറി അഡ്രസ് എന്നുള്ളതൊക്കെ ഇവിടെ നമുക്ക് റെലവെന്റ് അല്ല. കാരണം പോയിന്റർ ആൾവേസ് ന്യൂമറിക് വാല്യൂ ആയിരിക്കും, മറ്റൊരു വേരിയബിളിന്റെ അഡ്രസ് ആണല്ലോ. അപ്പൊ അതിനുള്ള സൈസ് സാധാരണ ഒരു ന്യൂമറിക് അഡ്രസ് എന്ന് പറയുന്നത്, ന്യൂമറിക്കിന്റെ സൈസ് എന്ന് പറയുന്നത് 2 or 4 ബൈറ്റുകളാണ് ഉപയോഗിക്കുക. അതത്ര നമുക്ക് ഇവിടെ റെലവെന്റ് ആയിട്ടുള്ള കാര്യമില്ല. അപ്പോ പോയിന്റേഴ്സ് നമ്മൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, പോയിന്റേഴ്സ് ഉപയോഗിക്കുമ്പോഴുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ എക്സാമ്പിളുകൾ മനസ്സിലാവും. 2 തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് ആണ് പ്രധാനമായിട്ട് പോയിന്റേഴ്സിന്റെ ഫണ്ടമെന്റൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഒന്ന് ആംപർസെന്റ് സിമ്പിൾ, 2 സ്റ്റാർ സിമ്പിൾ. ഈ ആംപർസെന്റ് സിമ്പിളിനെ നമ്മൾ വിളിക്കുന്നത് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ സ്റ്റാറിനെ വിളിക്കുന്നത് വാല്യൂ അറ്റ് അല്ലെങ്കിൽ ഡെറിഫറൻസ് ഓപ്പറേറ്റർ എന്ന രീതിയിലാണ് വിളിക്കുന്നത്. വാല്യൂ അറ്റ് അതാണ് ഡെറിഫറൻസ് ഓപ്പറേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ ഓൾറെഡി വി ആർ ഹാവിംഗ് എ നം. ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഓർത്ത് വെക്കാൻ പറഞ്ഞിട്ട് ptr1. ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ഇവിടെ എഴുതി ഇന്റ് ptr1 എന്നുള്ളത്, ഇന്റ് ptr1. അപ്പൊ അതില് അവിടെ തന്നെ മനസ്സിലായി ptr1 എന്നുള്ളത് ഒരു ന്യൂമറിക് പോയിന്റർ ആണ്, ഇന്റിജർ പോയിന്റർ ആണ്. ptr1 is equal to ampersand num. അതിന്റെ അർത്ഥം ഇനി തൊട്ട് ptr1 പോയിന്റ് ചെയ്യുന്നതിലേക്കാണ്, നമ്മിലേക്കാണ്. നം പറഞ്ഞിട്ടില്ല ഒരു വേരിയബിളിലേക്ക് ptr1 പോയിന്റ് ചെയ്യണമെങ്കിൽ ptr1ന്റെ ഉള്ളിൽ എന്തായിരിക്കണം? നമ്മിന്റെ അഡ്രസ് ആയിരിക്കും. നം എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ് ആയിരിക്കും ptr1ന്റെ ഉള്ളിൽ. അത് ഈ ഡയഗ്രാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മെമ്മറിയിലെ ഒരു വേരിയബിൾ ഉണ്ട്, വേരിയബിളിന്റെ പേര് നം, അതിന്റെ അഡ്രസ് ലൊക്കേഷൻ 1001, അതിന്റെ വാല്യൂ 25 ആണ്. And another variable is ptr1. It contains 1001. Its address is relevant അല്ല. അപ്പൊ ptr1ന്റെ കണ്ടെയ്ൻ 1001 ആണ്. That's the address of num variable. അപ്പൊ എപ്പോഴും പോയിന്റർ എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ ആ സൂപ്പർ മാർക്കറ്റ് കാര്യം പറഞ്ഞ പോലെയാണ്, ഒരു റെഫറൻസ് ആണ്. പോയിന്റർ എന്നുള്ളത് ഒരു റെഫറൻസ് ആണ് മറ്റൊരു വാല്യൂയിലേക്കുള്ളത്. അപ്പൊ ഒരു പോയിന്റർ വേരിയബിൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു വാല്യൂ തിരിച്ചെടുക്കാം, അത് ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റർ ആണ് ഡെറിഫറൻസ് ഓപ്പറേറ്റർ. നമ്മൾ സ്റ്റാർ നേരത്തെ പറഞ്ഞു. ഇതാണ് ദാറ്റ് സിന്റാക്സ് ഹിയർ. സി ഔട്ട് സ്റ്റാർ ptr1 എന്ന് പറഞ്ഞാല് അത് ptr1ന്റെ ഉള്ളത്തെ വാല്യൂ, ptr1ന്റെ ഉള്ളത്തെ വാല്യൂ പ്രിന്റ് ചെയ്ത് തരും. ptr1ന്റെ ഉള്ളത്തെ വാല്യൂ 25. അതായത് മുൻപ് നമ്മൾ സി ഔട്ട് നം എന്ന രീതിയിൽ പ്രിന്റ് ചെയ്ത ഒരു കാര്യം നം എന്ന വേരിയബിള് ഉപയോഗിക്കാതെ തന്നെ നമ്മിന്റെ ഉള്ളത്തെ വാല്യൂ ആയിട്ടില്ല, നമ്മിന്റെ കണ്ടന്റ് ആയിട്ടുള്ള 25നെ പോയിന്റർ വേരിയബിൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നു. നോട്ട് റിപ്പീറ്റ് ചെയ്യാം. സി ഔട്ട് നം എന്ന് പറഞ്ഞാൽ വി ആർ പ്രിന്റിംഗ് ദ വാല്യൂ ഓഫ് നം. അതിനോട് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ, ഒരു സിന്റാക്സ് ആണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സി ഔട്ട് സ്റ്റാർ ptr1. ptr1ന്റെ ഉള്ളത്തെ വാല്യൂ ഏതാണ്? ptr1ന്റെ ഉള്ളത്തെ ptr1 എന്ന് പറഞ്ഞാൽ 1001 അല്ലെ? ptr1 പറഞ്ഞാൽ 1001. 1001ന്റെ ഉള്ളത്തെ വാല്യൂ 25. ഈ കുറച്ച് എക്സാമ്പിൾസ് നോക്കൂ. സി ഔട്ട് നം, സി ഔട്ട് ആംപർസെന്റ് നം. ആംപർസെന്റ് നം എന്ന് പറഞ്ഞാൽ നമ്മള് നം എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ് 1001. സി ഔട്ട് ptr1. ptr1ഉം അത് തന്നെയാണ്, അഡ്രസ് ഓഫ് നം അല്ലേ?
ഈ അഡ്രസ് ഓഫ് അഡ്രസ് ഓഫ് നം ആണ് PTR1, അതും 1001. നം എന്ന വാല്യൂ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 25 കിട്ടും. അതേപോലെ തന്നെ വാല്യൂ അറ്റ് PTR1 പ്രിന്റ് ചെയ്താലും 25 കിട്ടും. ഈ എക്സാമ്പിൾസ് കൃത്യമായിട്ട് നോക്കുക, ഈ താഴെ കൊടുത്തുള്ള എക്സാമ്പിൾ. ദെൻ സി ഔട്ട് ആംപർസൻഡ് PTR1ന്റെ അഡ്രസ് അത് 1500 ആണ് നമ്മൾ പറഞ്ഞത്. കൂടുതൽ നമ്മൾ അതിലേക്ക് പോയിന്ററിന്റെ അഡ്രസ്സിന്റെ കൂടുതൽ ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല. സി ഔട്ട് സ്റ്റാർ നം അത് എററാണ്. കാരണം ഡിഫറൻസ് ഓപ്പറേറ്റർ സ്റ്റാർ ഉപയോഗിക്കുന്നത് ഒരു പോയിന്റർ വേരിയബിളിന്റെ കൂടെ മാത്രമാണ്. നം ഇവിടെ ഒരു പോയിന്റർ വേരിയബിൾ അല്ല. അത് മനസ്സിലാക്കിയാൽ മതി. നം എന്ന് പറയുന്നത് പോയിന്റർ വേരിയബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സിന്റാക്സ് ഇവിടെ തെറ്റാണ്. അപ്പൊ ഇത്ര കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ രീതിയിൽ നമ്മൾ പറഞ്ഞു. ഇനി പോയിന്റർ വേരിയബിളിന്റെ അതുമായി ബന്ധപ്പെട്ട് മെമ്മറി അലോക്കേഷൻ ആണ് വരുന്നത്. നമ്മള് ഒരു മെമ്മറി അലോക്കേഷൻ രണ്ട് തരത്തിൽ വരാറുണ്ട് സാധാരണ. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും ഇവിടെ പോയിന്റർ നമ്മൾ കൂടുതലായി പഠിക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഒരു സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ഡിക്ലറേഷൻ എന്ത് ചെയ്യുന്നു, വാട്ട് എ വേരിയബിൾ ഡിക്ലറേഷൻ ഈസ് ഡൂയിങ്, മെമ്മറിയിൽ അതിന് വേണ്ട സ്പേസ് അലോക്കേറ്റ് ചെയ്യണം. ഒരു വേരിയബിൾ ഡിക്ലറേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ മെമ്മറിയിൽ അതിന് വേണ്ട സ്പേസ് അലോക്കേറ്റ് ചെയ്യണം. അതായത് ഒരു പ്രോഗ്രാം ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ പ്രോഗ്രാമിലുള്ള വേരിയബിൾസിന്റെ സൈസ് കൂടി റാമിലേക്ക് ലോഡ് ചെയ്യും, അല്ലെ? ഒരു പ്രോഗ്രാം റാമിലേക്ക് ലോഡ് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിൽ നമ്മൾ ഒരുപാട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും. അതിനാവശ്യമായ സ്പേസ് കൂടി എവിടേക്ക് റാമിൽ ഒക്യുപ്പൈ ചെയ്യും. അതായത് ഈ മെമ്മറി ഒക്കെ ഒക്യുപ്പൈ ചെയ്തതിനു ശേഷം മാത്രമേ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നുള്ളൂ. അത്തരത്തിലുള്ള മെമ്മറി അലോക്കേഷനെയാണ്, അതായത് മുൻകൂട്ടി തന്നെ ആവശ്യമായ മെമ്മറി ഒക്കെ എടുത്തിട്ട് പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന ഒരു കാര്യം, അതിനാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. അതേസമയം വി ആർ ഹാവിംഗ് എ ന്യൂ മെത്തേഡ് കാൾഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അതിന് നമുക്ക് രണ്ട് ഓപ്പറേറ്റേഴ്സിന്റെ ഒരു ന്യൂ പറഞ്ഞ ഓപ്പറേറ്ററും അതേപോലെ ഡിലീറ്റ് പറഞ്ഞ ഓപ്പറേറ്ററും. ഇതിന്റെ പ്രത്യേകത, ഡൈനാമിക് മെമ്മറി അലോക്കേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സമയത്താണ്. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക, പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന സമയത്ത് ആണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അതിന് സഹായിക്കുന്ന ഓപ്പറേറ്റർ ആണ് ന്യൂ എന്ന് പറയുന്നത്. അങ്ങനെ ന്യൂ വഴി അലോക്കേറ്റ് ചെയ്ത മെമ്മറിനെ ഒഴിവാക്കാൻ, ഫ്രീ ആക്കാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് ഡിലീറ്റ് എന്ന് പറയുന്നത്. അതിന്റെ സിന്റാക്സ് ശ്രദ്ധിച്ചോളൂ. പോയിന്റർ വേരിയബിൾ ഇസ് ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ്. അപ്പൊ ആ ഡാറ്റ ടൈപ്പിന് ആവശ്യമായിട്ടുള്ള മെമ്മറി അവിടെ അലോക്കേറ്റ് ചെയ്യും. അതിനാണ് ന്യൂ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സ്പെഷ്യൽ ആയിട്ട് ഒരു നോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദ പോയിന്റർ വേരിയബിൾ ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ദ അഡ്രസ് റിട്ടേൺ ബൈ ദ ന്യൂ ഓപ്പറേറ്റർ. So it should be declared earlier with the same data type specified after the new operator. അതായത് ഒരു പോയിന്റർ വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി ഡിക്ലെയർ ചെയ്യണം. ആ പോയിന്റർ വേരിയബിൾ മുൻകൂട്ടി നമ്മൾ ഡിക്ലെയർ ചെയ്യും. ഇന്റ് സ്റ്റാർ PTR1 എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. എന്നിട്ട് അതിനുശേഷമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ന്യൂ ഉപയോഗിച്ചിട്ട് ആവശ്യമായിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്റ് സ്റ്റാർ PTR1 എന്ന് പറഞ്ഞിട്ട് പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആവശ്യമായിട്ടുള്ള മെമ്മറി അലോക്കേഷൻ നടത്തും. ഇവിടെ എക്സാമ്പിൾ നോക്കൂ. ഒരു ഷോർട്ട് വേരിയബിൾ, ഷോർട്ട് നമുക്കറിയാം, മെമ്മറി 2 ബൈറ്റ് ഒക്യുപ്പൈ ചെയ്യുന്ന ഇന്റിജർ ഫോർമാറ്റിനെയാണ് ഷോർട്ട് എന്ന് പറയുന്നത്. ഷോർട്ട് SIPTR, ഫ്ലോട്ട് FLPTR, സ്ട്രക്ട് കോംപ്ലക്സ് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അത് തന്നെയാണ് ഇവിടെ അതിന്റെ തുടർച്ചയായിട്ടുള്ള എക്സാമ്പിൾസ് ആയതുകൊണ്ട് അത് ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ്. അതിന്റെ ഒരു പോയിന്റർ വേരിയബിൾ CXPTR. അപ്പൊ SIPTR ഈസ് ഈക്വൽ ടു ന്യൂ ഷോർട്ട്, FLPTR ഈസ് ഈക്വൽ ടു ന്യൂ ഫ്ലോട്ട്, CXPTR ഈസ് ഈക്വൽ ടു ന്യൂ കോംപ്ലക്സ്, അല്ലെ? 3 പോയിന്റേഴ്സ് ഇവിടെ ഡിക്ലെയർ ചെയ്തു, അതിനാവശ്യമായ മെമ്മറി അലോക്കേറ്റ് ചെയ്തു, അല്ലെ? ഷോർട്ട് ഇവിടെ ഡിക്ലെയർ ചെയ്തു, അതിന്റെ ആവശ്യമായ 2 ബൈറ്റ് മെമ്മറി ഇവിടെ അലോക്കേറ്റ് ചെയ്തു. ഫ്ലോട്ട് ഡിക്ലെയർ ചെയ്തു, അതിനാവശ്യമായിട്ടുള്ള 4 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്തു. അതുപോലെ തന്നെ സ്ട്രക്ചറിൽ എത്ര വേണം, എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മയിൽ ആ കോംപ്ലക്സ് പറഞ്ഞ സ്ട്രക്ചറിൽ 2 ഷോർട്ട് വേരിയബിൾസ് ആയിരുന്നു. ഒരു റിയൽ പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ എലമെന്റ്സ്, 2 സ്ട്രക്ചർ എലമെന്റ്സ്, അല്ലെ? റിയൽ പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ എലമെന്റ് ഉണ്ടായിരുന്നു, ഇമാജിനറി പറഞ്ഞ സ്ട്രക്ചർ എലമെന്റ് ഉണ്ടായിരുന്നു. ഷോർട്ട് ആയതുകൊണ്ട് തന്നെ 2 ബൈറ്റ് വീതം ഒക്യുപ്പൈ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഒരു ലേ ഔട്ട് നോക്കൂ. അതായത് SIPTR ഷോർട്ട് 1000 1001 അങ്ങനെ സങ്കല്പിക്കാം, 2 ബൈറ്റ് എടുത്തു. FLPTR 1010 11 12 13 4 ബൈറ്റ് എടുത്തു.
CXPTR സ്ട്രക്ചറിലേക്കുള്ള സ്ട്രക്ചറിന്റെ പോയിന്റർ കൺസെപ്റ്റുകളെ കുറച്ച് വ്യത്യാസമുണ്ട്, നമുക്ക് ലാസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. 1200 മുതൽ തുടങ്ങിയിട്ട് 1201, 1202, 1203 ഈ 4 ബൈറ്റാണ് ഇത് ഉപയോഗിക്കുന്നത്. കാരണം 2 ഷോർട്ട് എലിമെന്റ്സ് ആണുള്ളത്, രണ്ടും 2 ബൈറ്റ് വീതം ഉപയോഗിച്ചു. അപ്പൊ ഇതാണ് ഒരു മെമ്മറി അലോക്കേഷൻ വരുന്നത്. ഇതില് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. അതില് നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിക്കൂ. അതായത് നമുക്ക് ഒരു ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ വഴി ഉപയോഗിച്ച വാല്യൂസ് അതൊരിക്കലും ഒരു സാധാരണ വേരിയബിള് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ സാധിക്കില്ല. അത് എപ്പോഴും ഈ ഡിഫറൻസ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ദ ഡൈനാമിക്കലി അലോക്കേറ്റഡ് മെമ്മറി ലൊക്കേഷൻസ് cannot be referred to by the ordinary variables. Rather, these are accessed using indirection or dereferencing operator only as shown in the following diagram. അതായത് ഇവിടെ നോക്കൂ, സ്റ്റാർ SIPTR എന്ന് പറഞ്ഞാൽ SIPTR പറഞ്ഞിട്ടുള്ള ആ ലൊക്കേഷനിലേക്ക്, ആ പോയിന്റർ വാല്യൂ പോയിന്റ് ചെയ്ത ലൊക്കേഷനിലേക്ക് 247 പറഞ്ഞിട്ടുള്ള വാല്യൂ അസൈൻ ചെയ്തു. CIN FLPTR പറഞ്ഞാല് we are going to store a float value into that memory location in which FLPTR pointer points. അല്ലെ, എന്നോട് പറയാം, ഇവിടെ സ്റ്റാർ SIPTR എന്ന് പറഞ്ഞാൽ അതിലേക്ക് 247 കൊടുക്കുന്നു എന്നർത്ഥം. അതിൽ അതായത് ഒരു ഷോർട്ട് വേരിയബിളിൽ പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്ററാണ് SIPTR. ആ പോയിന്റർ പോയിന്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് 247 പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്യുന്നു. അതേപോലെ FLPTR പറഞ്ഞൊരു ഫ്ലോട്ട് പോയിന്റർ ആണ്, അത് പോയിന്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് നമ്മളൊരു വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നു. സ്ട്രക്ചറിന്റെ കേസിൽ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഫോർമാറ്റ് ഒക്കെ വ്യത്യാസമുണ്ട്, അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേറെ പഠിക്കാം. ഡൈനാമിക് മെമ്മറി അലോക്കേഷനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാറ്റിക്കലി ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യാം. സ്റ്റാറ്റിക്കലി നമുക്ക് വേരിയബിൾസ് ഈ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വാല്യൂസ് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കൊടുക്കാം. അതിന്റെ സിന്റാക്സ് ഇതാണ്, പോയിന്റർ വേരിയബിൾ ഈസ് ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ് വാല്യൂ. ഇവിടെ നമ്മൾ തൊട്ടുമ്പത്തെ എക്സാമ്പിൾസ് ഒന്നും കൂടി ആവർത്തിച്ച് നോക്കൂ. SIPTR ഈസ് ഈക്വൽ ടു ന്യൂ ഷോർട്ട് 0 പറഞ്ഞ വാല്യൂ നമുക്ക് എന്ത് ചെയ്തു, അതിലേക്ക് അസൈൻ ചെയ്തു. FLPTR ന്യൂ ഫ്ലോട്ട് 3.4 FLPTR പറഞ്ഞിട്ടുള്ള ലൊക്കേഷനിലേക്ക് നമ്മൾ 3.14 മറ്റുള്ള വാല്യൂ അസൈൻ ചെയ്തു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ന്യൂ വെച്ചിട്ട് നമുക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യാം, അതിൽ തന്നെ നമുക്ക് ആവശ്യമായ വേരിയബിൾസിന് നമുക്ക് വാല്യൂ അസൈൻ ചെയ്യാം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ് അവസാനം ഡിലീറ്റ് പറഞ്ഞ ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ മറക്കാൻ പാടില്ല. കാരണം ന്യൂ ഉപയോഗിച്ചിട്ട് മെമ്മറി അലോക്കേഷൻ നടത്തിയാൽ അത് ഡിലീറ്റ് ഉപയോഗിച്ചിട്ട് മാത്രമേ ഒഴിവാക്കാൻ സാധിക്കുള്ളൂ. അത് വളരെ കൃത്യമായിട്ട് പറയാണ്. അതിന്റെ ഒരു പ്രോബ്ലം നമ്മൾ അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡിലീറ്റ് ഉപയോഗിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ന്യൂ ഉപയോഗിച്ചിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ സിന്റാക്സ് സിമ്പിൾ ആണ്, ഡിലീറ്റ് പോയിന്റർ വേരിയബിൾ, ഡിലീറ്റ് SIPTR, അതുപോലെ ഡിലീറ്റ് FLPTR തുടങ്ങിയിട്ടുള്ളത്. ഇനി അടുത്ത ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ് മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. മെമ്മറി ലീക്ക് ഈ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതായത് ന്യൂ ഉപയോഗിച്ചിട്ട് ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡിലീറ്റ് ഉപയോഗിച്ചിട്ട് ഒഴിവാക്കണം. അങ്ങനെ സാധിക്കാതെ വന്നാൽ ഒരു മെമ്മറി ബ്ലോക്ക്, അതിന് ഓർഫൻഡ് മെമ്മറി ബ്ലോക്ക് എന്ന് വിളിക്കുക. അതായത് ഡിലീറ്റ് ഉപയോഗിക്കാൻ മറന്നുപോയി, വിട്ടുപോയി. അങ്ങനെ വരുമ്പോൾ ആ അലോക്കേറ്റ് ചെയ്ത മെമ്മറി അവിടെ കിടക്കും. അതിന് പിന്നെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടാവും. അതിന് ഓർഫൻഡ് മെമ്മറി, അതൊരു അനാഥമായിട്ടുള്ള മെമ്മറി ബ്ലോക്ക് എന്ന രീതിയിലാണ് അതിന് വിളിക്കുക. സപ്പോസ് വീണ്ടും വീണ്ടും ഇതേ വിഷയം ആവർത്തിച്ചാൽ, ഇതേ പ്രോഗ്രാം അഗൈൻ ആൻഡ് അഗൈൻ എക്സിക്യൂട്ടഡ്, ഈ ഓർഫൻ മെമ്മറി ബ്ലോക്കിന്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് വരും, വലുതായിട്ട് വരും. അങ്ങനെ ആ പ്രോഗ്രാമിനെ ഒരു അൺഫേവറബിൾ ആയിട്ട് അഫക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഇത് മാറും. ഈ ഒരു സിറ്റുവേഷനെയാണ് മെമ്മറി ലീക്ക് എന്ന് വിളിക്കുന്നത്. അതായത് ന്യൂ ഉപയോഗിച്ചിട്ട് അലോക്കേറ്റ് ചെയ്ത മെമ്മറി ഡിലീറ്റ് ഉപയോഗിച്ചിട്ട് അത് ഒഴിവാക്കാൻ മറന്നുപോയി. അതേ പ്രോഗ്രാം വീണ്ടും ആവർത്തിക്കുമ്പോൾ ഈ ഉണ്ടായ ഓർഫൻ മെമ്മറി ബ്ലോക്ക് വലുതായി വരും. അങ്ങനെ ഒരു അൺയൂസ്ഡ് ആയിട്ടുള്ള മെമ്മറി അവിടെ കിടക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് മെമ്മറി ലീക്ക് എന്ന് വിളിക്കുന്നത്. അത് ഉണ്ടാവാൻ കാരണം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു.
ഡിലീറ്റ് ഉപയോഗിക്കാൻ മറക്കുക, അല്ലെങ്കിൽ ഡിലീറ്റ് വെച്ചു, അത് വെച്ചിട്ട് പിന്നെ അത് പ്രോഗ്രാം ലോജിക്കൽ തകരാറ് കാരണം അത് വർക്ക് ചെയ്യാതെ വരിക. അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ഉപയോഗിച്ചിട്ട് ഒരു P=ടു ന്യൂ ഇന്റ് എന്ന് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് അതിന്റെ അതേ കാര്യത്തിന്റെ P= ന്യൂ ഇന്റ് എന്നുള്ളൊരു വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ആ അലോക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ അതവിടെ കിടക്കും. കാരണം രണ്ടാമത് വീണ്ടും അലോക്കേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള അശ്രദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, മെമ്മറി ലീക്ക് എന്ന് സംഭവിക്കുന്നത്. അത് അതിനുള്ള പോംവഴി പ്രോപ്പറായിട്ട് ഡിലീറ്റ് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോ ഇതാണ് ഈ പോയിന്റേഴ്സിന്റെ മെമ്മറി അലോക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. ഞാൻ ഒരു കുറച്ച് ഫാസ്റ്റ് ട്രാക്കിലാണ് പറഞ്ഞത്. നിങ്ങൾ ആൾറെഡി ഇത് പഠിച്ചു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്കാണിത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോയിന്റേഴ്സിന്റെ ഒരു ഓപ്പറേഷൻസിലേക്ക് കിടക്കുകയാണ്. ഓപ്പറേഷൻസ് മുഴുവനായിട്ട് പറയില്ല, അത് അടുത്ത ഒരു സെഷനിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പോയിന്ററുമായി ബന്ധപ്പെട്ട് 2 ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചു, ഇൻഡയറക്ഷൻ ഓപ്പറേറ്ററും അതുപോലെ തന്നെ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. ഇനി അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഈ പോയിന്ററിൽ വർക്ക്ഔട്ട് ചെയ്യുമോ? അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പോയിന്ററിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ചെയ്യാൻ പറ്റും. കാരണം എന്താ, പോയിന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക് കൺസെപ്റ്റ് ആണ്, മെമ്മറി അഡ്രസ് ആണ്, അത് ന്യൂമറിക് ആണ്. അതുകൊണ്ട് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പോസിബിൾ ആണ്. പക്ഷെ നമ്മള് ചെറിയ വ്യത്യാസം തോന്നും നമുക്ക്. അതായത് നമ്മൾ ഈ മെമ്മറിയിലാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് മനസ്സിലാക്കുക. നമ്മൾ സാധാരണ ഒരു വേരിയബിളിന്റെ കണ്ടന്റിനെ അല്ല, ഒരു വേരിയബിൾ വാല്യൂ അല്ല നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, ഇവിടെ മെമ്മറിനെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നമ്മൾ ആ പോയിന്റേഴ്സിൽ വീണ്ടും എടുക്കുന്നു, SIPTRനെയും അതുപോലെ തന്നെ FLPTRനെയും വീണ്ടും എടുക്കുന്നു. ഇവിടെ നോക്കുക, Cout SIPTR+1, അതുപോലെ തന്നെ FLPTR is F+1. അതായത് 1000 ആണല്ലോ ഇതിന്റെ വാല്യൂ SIPTRന്റെ. അതേപോലെ തന്നെ FLPTR ഡയഗ്രത്തിൽ നോക്കിയാൽ തൊട്ട് മുമ്പ് നമ്മൾ പ്രാക്ടീസ് ഡയഗ്രം നോക്കുക. SIPTR 1000, FLPTR 1010, അത് ഓർത്തു വെക്കുക. എന്നിട്ട് ഈ എക്സാമ്പിളിലേക്ക് കിടക്കുക. SIPTR 1000 മറ്റേ 1010 ആണ് കിടക്കുന്നത്. അപ്പോ SIPTR+1 ആണ് പ്രിന്റ് ചെയ്യുന്നത്, 1002 ആണ് പ്രിന്റ് ചെയ്യുക. അതേപോലെ FLPTR പ്രിന്റ് ചെയ്ത് 1014 ആണ്. കാരണം SIPTR+1 എന്ന് പറഞ്ഞാല് 1000, 1001 ആദ്യത്തെ ഷോർട്ട് വേരിയബിള് ഉപയോഗിച്ചിട്ടുണ്ടാവും. അടുത്ത ഷോർട്ട് വേരിയബിളിലേക്കാണ് ഇത് പോയിന്റ് ചെയ്യുന്നത്. അത് 2 ബൈറ്റ് കഴിഞ്ഞിട്ടാണ് 1000ഉം 1001ഉം കഴിഞ്ഞ് 1002ലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വരിക 1000 + 1 × 2 എന്നുള്ളത് ആ ഷോർട്ടിന്റെ സൈസ് ആണ്. ഇതേപോലെ FLPTR+1 എന്ന് പറഞ്ഞാൽ 1010 + 1 × 4, അപ്പൊ എന്ത് വരും, 1014 എന്ത് വരും. വേറെ എക്സാമ്പിൾസ് നോക്കിയാൽ അറിയാം. SIPTR+10, അതായത് അടുത്ത 10ാമത്തെ ഷോർട്ട് വേരിയബിളിലേക്ക് പോയിന്റ് ചെയ്യണം. അപ്പോ 1000 + 10 × 2 1020 ആയിരിക്കും അതിന്റെ റിസൾട്ട്. FLPTR+7 1010 + 7 × 4, ദാറ്റ് ഈസ് 28, 28ഉം 10ഉം 38, 1038 പറഞ്ഞ വാല്യൂ. ലാസ്റ്റ് എക്സാമ്പിൾസിക്കാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ്. SIPTR+1 എന്ന് പറഞ്ഞാല് അതിലേക്ക് പോയിന്റ് ചെയ്യുന്നത് അടുത്ത 10ാമത്തെ ഷോർട്ട് വേരിയബിളിലേക്ക്, FLPTR അടുത്ത 7ാമത്തെ ഷോർട്ട് വേരിയബിളിലേക്ക്, അതിനനുസരിച്ചിട്ടുള്ള ഒരു വാല്യൂ ആണ് ഇവിടെ കിട്ടുക. സാധാരണ ഒരു വാല്യൂ അഡീഷൻ അല്ല, മെമ്മറിയിലാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, മെമ്മറി വാല്യൂയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം ഇവിടെ അരിത്തമെറ്റിക് അഡീഷനിൽ കാണാറുണ്ട്. പിന്നെ കുറച്ച് എക്സാമ്പിൾസ്, StarPTR1, StarPTR2 നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, സ്ക്രീൻ ശ്രദ്ധിക്കുക. PTR1 PTR2 2 ഇന്റിജർ പോയിന്റർ വേരിയബിൾസ്. പിന്നെ PTR1 ഈസ് ഡൈനാമിക്കലി മെമ്മറി അലോക്കേറ്റഡ് ആൻഡ് ഇനീഷ്യലൈസ്ഡ് വിത്ത് 5. അപ്പൊ PTR1 ഇവിടെ ഇനീഷ്യലൈസ് ചെയ്യപ്പെട്ടു, മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെട്ടു, 5 ആണ് എന്റെ വാല്യൂ. PTR2 ഈസ് ഈക്വൽ ടു PTR1+1. അതില് വരുന്നത് PTR2 അടുത്ത ഒരു ഇന്റിജർ വാല്യൂക്കാണ് പോയിന്റ് ചെയ്യുക. അതായത് 1000 കഴിഞ്ഞാൽ അടുത്ത ഇന്റിജർ വരിക 1000 കഴിഞ്ഞ് 1000, 1001, 1002, 1003 ഈ 4 ബൈറ്റ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്ന ബൈറ്റ് 1004 ആണ്. സോ PTR2 എന്ന് പറയുന്നത് 1004ലേക്കാണ് പോയിന്റ് ചെയ്യുക. അടുത്ത എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. ++ PTR2 എന്ന് കാണാണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ.
അത് എന്ന് പറയുന്നത് PTR2 is equal to PTR2 plus 1 അതിനോട് ഈക്വൽ ആണ്. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ഈസ് ഈക്വൽ ടു അഡീഷൻ വിത്ത് 1. Cout PTR1 എന്നുള്ളത് പ്രിന്റ് ചെയ്ത് 1000 പ്രിന്റ് ചെയ്യും. PTR1 വാല്യൂ 1000 ആണ്. വാല്യൂ അറ്റ് PTR സ്റ്റാർ PTR1 പ്രിന്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഡിസ്പ്ലേ ദ കണ്ടന്റ് അറ്റ് 1000. അത് 5 പ്രിന്റ് ചെയ്തു. PTR2 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 1004ലേക്കാണ്. നമുക്കിവിടെ അത് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ 1004 ആണ് പ്രിന്റ് ചെയ്യുക. സ്റ്റാർ PTR2 ദ വാല്യൂ അറ്റ് PTR2 അതായത് 1004 വാല്യൂ, അതുകൊണ്ട് അങ്ങനത്തെ ഒരു വാല്യൂ സപ്പോസ് അസ്യൂം ദാറ്റ് ഇറ്റ് ഇസ് 12 വിചാരിക്കുക, അത് പ്രിന്റ് ചെയ്യും. ദെൻ സ്റ്റാർ PTR1 plus 1 സ്റ്റാർ PTR1 plus 1 എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. വാല്യൂ അറ്റ് PTR1 വാട്ട് ഈസ് വാല്യൂ അറ്റ് PTR1? ഇറ്റ് ഈസ് 5 അല്ലെ, 5 ആണ്. 5 plus 1 it gives 6. വാല്യൂ അറ്റ് PTR1 അവിടെ ശരിക്കും പറഞ്ഞാല് സാധാരണയുള്ള ഇന്റിജർ അരിത്തമെറ്റിക് ആണ് നടക്കുന്നത്. അവിടെ വാല്യൂ അറ്റ് PTR1 5 ആണ്. ആ 5നോട് കൂടി 1 കൂട്ടി 6 ആയി. ദെൻ നമുക്കൊരു വേറൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. PTR1 plus 2 PTR1 plus 2 എന്തായിരിക്കും? PTR1 plus 1 PTR 1000 PTR1 plus 1 1004 PTR1 plus 2 1008 അല്ലെ. അതായത് PTR1 1000 ആണെങ്കിൽ PTR1 plus 1 എന്തായിരിക്കും? അടുത്ത ഇന്റിജറിന്റെ മെമ്മറി ലൊക്കേഷൻ 1004. അതിനോടുകൂടി വീണ്ടും ഒന്നുകൂടി കൂട്ടിയാല് അടുത്ത ഇന്റിജർ ലൊക്കേഷൻ ആണ്, അത് 1008 ആണ്. അപ്പൊ 1008 എന്താണ് വാല്യൂ വെച്ചാൽ ആ വാല്യൂടെ പ്രിന്റ് ആവും. ദെൻ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ നേരത്തെ പറഞ്ഞ പോലെ ഇൻക്രിമെന്റ് ഓപ്പറേറ്ററിന്റെ പോലെ ഉപയോഗിക്കാം. ഒരു 1 ഡിഡക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതായത് PTR1 മൈനസ് മൈനസ് ഈസ് ഈക്വലന്റ് ടു PTR1 ഈസ് ഈക്വൽ ടു PTR1 മൈനസ് 1. ഇത്ര കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇനി കുറച്ച് ഭാഗം കൂടി നമുക്ക് പോയിന്റേഴ്സ് കവർ ചെയ്യാനുണ്ട്. അത് അടുത്ത ഒരു സെഷനിൽ ഞാൻ തരാം.